ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ നോക്കുന്നത്. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു കഞ്ഞിയാണ്. ഇതൊരു മരുന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ ഈ ഒരു കഞ്ഞി വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും. അതിൽ 7 പാക്കറ്റോളം വരുന്നുണ്ട്. നമുക്ക് 7 ദിവസം ഉണ്ടാക്കി കുടിക്കാൻ. അപ്പോൾ ആ ഒരു പാക്കറ്റാണ് ഞാൻ ഇന്നെടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഐറ്റംസൊക്കെ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമ്മൾ എക്സ്ട്രാ ഉണങ്ങലേരി കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് തികയാത്ത കാരണം ഉണങ്ങലേരി, ഉലുവ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 6 മണിക്കൂറോളം നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് നന്നായി കഴുകി നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഒരു വലിയ കപ്പ് വെള്ളം ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. നമുക്കത് പോരാ, തൽക്കാലം നമ്മളിപ്പോൾ ആ ഒരു വെള്ളത്തിൽ വേവിക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആവശ്യമില്ല, എന്നാൽ വെള്ളം വേണം, അങ്ങനെയാണ്. അപ്പോൾ അത് വേവിക്കാനിട വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് നാളികേര പാലെടുക്കാം. അപ്പോൾ ഒരു മുറി നാളികേരം എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാലിട്ട് പിഴിയാം. നല്ല വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കരുത് കേട്ടോ. ആവശ്യത്തിന് വെള്ളം, കാരണം എന്താ വെച്ചാൽ നമുക്കത് ഒരുപാട് വെള്ളം പോലെ ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഇടയ്ക്ക് ഇത് വന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടി പിടിച്ച് നമുക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തൊരു വേവ് എങ്ങനെയാണ് എന്തൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ വെള്ളം കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടി നല്ലോണം വേവാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഞാൻ വലിയൊരു കപ്പ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും അത് വേവ് നോക്കിയതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം എങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോഴൊക്കെ. ഇതിങ്ങനെ വെന്തിട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്നും വെന്ത് ആയി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് നമ്മുടെ കിച്ചൺ മുഴുവൻ ഉണ്ടാവും കേട്ടോ. നമുക്കപ്പോൾ തന്നെ അത് ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു സ്മെല്ലാണ്. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇടണം. ഈ ആ ഒരു പാക്കറ്റിൽ തന്നെ ഈ സംഭവം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ മരുന്നാണേ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പാക്കറ്റ് ഫുള്ള് നമ്മൾ ആ തേങ്ങാപ്പാലിൽ ഇടണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഈ മരുന്നിന് അതേ നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു തരം മണമാണ്. അപ്പം ഞാനത് പാക്കറ്റ് മുഴുവൻ തേങ്ങാപ്പാലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മളത് കട്ടകളൊന്നും ഇല്ലാണ്ട് യോജിപ്പിച്ച് ചേർക്കണം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തക്കഞ്ഞി എന്തായെന്നും കൂടി നോക്കാം. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നല്ല തള്ള വരുന്നുണ്ട്. അപ്പം നമ്മളൊന്നുകൂടി ഇളക്കി നോക്കിയിട്ടൊക്കെ ആവശ്യത്തിനുള്ള വേവും പാകമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചേർത്ത് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വേവാണ്. നമുക്ക് അറിയാം, തൊട്ട് നോക്കിയാലും നമുക്ക് കഴിച്ചു നോക്കിയാലും നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ എന്നിട്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഈ സമയത്താണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാവരും ഇളക്കി ചേർക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് തീ ഓഫ് ചെയ്യുന്ന ടൈമിലാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ആ മരുന്നും ഒക്കെ ചേർത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലായിടത്തും തേങ്ങാപ്പാൽ എത്തുന്ന പോലെ മിക്സ് ചെയ്യുക. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടാട്ടോ ഈ മരുന്നിനെ പറ്റിയൊക്കെ അറിയുന്നതും ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. ഇത് ശരിക്കും മൺചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് ഒന്നും കൂടി ടേസ്റ്റ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഇനി കുറച്ചൊന്ന് തിളച്ചതിൻ്റെ ശേഷം ഇത് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ലോണം അടച്ചു വയ്ക്കാം. ആ ചൂടിൽ അങ്ങനെ തേങ്ങാപ്പാലും മരുന്നൊക്കെ ആയിട്ട് അടച്ചു വെച്ചിട്ട് ഇരിക്കണം. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ആ ചൂടിൽ തന്നെ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പപ്പടം കാച്ചിയതോ അല്ലെങ്കിൽ പപ്പടം ചുട്ടതോ മുളക് വറുത്തതോ ഒക്കെ ആയിട്ട് കഴിക്കാം. നോൺ വെജിൽ അധികം ഇത് കഴിക്കില്ല. വെജ് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.